മിൽമയ്ക്ക് സംഭവിച്ച തെറ്റ്. നമുക്കറിയാം, ഇപ്പം ബിസിനസ്സുകാർക്കിടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഈ മിൽമയും മിൽനയും തമ്മിലുള്ള കേസ്. ഈ ഒരു കേസിൽ മിൽമ ജയിക്കുകയുണ്ടായി. മാത്രമല്ല, മിൽമയ്ക്ക് 1 കോടി രൂപയാണ് കോടതി പിഴ ചുമത്തിയത്. അപ്പോൾ ഇതിൽ മിൽമയ്ക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്നല്ല, ട്രേഡ് മാർക്കിന് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് എന്ത് ഫൈനലി അപ്രൂവ് ആകുന്നത്. ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ കൊടുത്തു, എക്സാമിനേഷൻ കഴിഞ്ഞ് അങ്ങനെ രജിസ്ട്രാർ ഈ ട്രേഡ് മാർക്ക് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രേഡ് മാർക്കിൻ്റെ ജേണലിൽ പബ്ലിഷ് ചെയ്യും. ജേണൽ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള വ്യക്തികൾക്കോ കമ്പനികൾക്കോ ഇതിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും ഒപ്പോസിഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റേജാണ്. അപ്പം ഇത്രയും സമയം ഉണ്ടായിട്ടും മിൽമ എന്നുള്ള ഒരു വലിയൊരു ബ്രാൻഡ്, കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ബ്രാൻഡാണ്. അപ്പം ഇത്രയും വലിയൊരു സ്ഥാപനം അവർക്ക് എഗെയിൻസ്റ്റ് എന്തുകൊണ്ട് അവർ ഒപ്പോസിഷൻ ഫയൽ ചെയ്തില്ല? അപ്പോൾ അത് മിൽമയ്ക്ക് സംഭവിച്ച തെറ്റാണ്. കാരണം നമുക്കറിയാം, 2021 അവർ ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷമാണ് അവർ മിൽമ അവർക്ക് എഗെയിൻസ്റ്റ് റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്തത്. എന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതിനൊരു ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് ഫൈനലി നമ്മുടെ മിൽമ ജയിച്ചു. പക്ഷേ ആദ്യം തന്നെ അവർക്ക് ഒപ്പോസിഷൻ ഫയൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ മിൽമയ്ക്ക് എന്താണ് തെറ്റ് സംഭവിച്ചത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി വന്നത്. താങ്ക് യു സോ മച്ച്.